വെറുതെ ഇങ്ങനെ ഫോണിലെല്ലാം തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് ബീച്ചിലെല്ലാം പോയിട്ട് വരാം. കുറേ ആയി കടലിലെല്ലാം കണ്ടിട്ട്. പിന്നെ ഇന്ന് ഈവനിങ് ക്ലാസ്സും ഇല്ല. പോകാനെല്ലാം കീറ്റാകുമ്പോൾക്ക് നല്ല മഴ. അങ്ങനെ പിന്നെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ആക്കി. പിന്നെ റെയിൻ കോട്ടെല്ലാം ഇട്ടിട്ട് അങ്ങനെ പോയി. എന്തായാലും കീഞ്ഞല്ലേ. പിന്നെ അവിടെ എത്തുമ്പോൾ അങ്ങനെ മഴ ഉണ്ടായിട്ട് മഴയെല്ലാം കുറഞ്ഞു. എത്ര നല്ല സ്ഥലത്തിന് ഇങ്ങനെ പൊട്ടാക്കുന്നത് നോക്കിയേ. തുണിറ്റുള്ള എല്ലാ വേസ്റ്റും അവിടെ താഴെ ഇട്ടിട്ടുണ്ട്. ഈവൻ കുഞ്ഞിൻ്റെ പാമ്പേഴ്സ് പോലും ഉണ്ട് അവിടെ. ആരോട് ചെല്ലുന്നു, ആര് കേൾക്കുന്നു. ഇനി കാണാൻ പോകുന്നത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. ആരും അനുകരിക്കരുത്. ഇനി കല്ലിൻ്റെ മുകളിൽ നടക്കുന്നുണ്ട്. ഹീൽസ് ഇട്ടിട്ട് നേരെയുള്ള വഴിയിൽ തന്നെ നടക്കായിരുന്നില്ല. പിന്നല്ലേ കല്ലിൻ്റെ മുകളിൽ നടക്കുന്നത്. എവിടെയെങ്കിലും ചാറിയിട്ട് പോകണമെങ്കിൽ തല വിട്ടു. അങ്ങനെ ആ കല്ലിൻ്റെ മുകളിൽ നിന്ന് കുറേ സമയം ഇങ്ങനെ കടലെല്ലാം നോക്കിയിട്ട് നിന്നു. അപ്പാണ് ആടെ കണ്ടത് ഞാൻ ഫുഡ്. അങ്ങനെ പിന്നെ ഒരു ഫുഡ് പാടാൻ ചോദിച്ചുകൊണ്ട് വന്നു. എന്നോട് ചായ പാടാന്ന് കേട്ടിട്ട് ഞാൻ അതിൻ്റെയൊക്കെ ചിക്കൻ കബാബും പിന്നെ മോമോസും പറഞ്ഞു. പിന്നെ ഇവിടെ തെങ്ങിൽ കണ്ട് തേങ്ങയല്ലോ ചെറിയ സൈസ്, അത് വലുതാവല്ലേ, അറിയുന്ന ആൾ കമൻ്റ് ആക്കുക. ഇരിക്കാൻ നോക്കുമ്പോൾ കസാലെല്ലാം ചണ്ടിയുമായി വന്നിട്ട് പിന്നെ ഞമ്മ എന്നെ തോർത്തിയിട്ട് അടിയിരുന്നു. പിന്നെ എന്താക്കുന്നു അങ്ങനെ ഞാൻ പറഞ്ഞ ഐറ്റം എത്തി കബാബ്. ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞെങ്കിൽ എന്തെന്ന് വിചാരിച്ചു ഞാൻ. തോന്നിയിട്ട് നോക്കുമ്പോൾ അതിനാട്ട് കട ഒരു പസ പാങ്ങില്ല. എന്തോ ഒരു പച്ച ചിക്കൻ തോന്നുന്നു. അങ്ങുണ്ട് ഒരു ബേച്ചതാ എന്തെന്നറിയില്ല. കബാബ് എന്ന് കണ്ടും പറയില്ല. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കണ്ടിട്ട്. അങ്ങനെ പിന്നെ നമ്മളെ മോമോസ് വന്ന്. ഇത് മോശമില്ല, വലിയ ടേസ്റ്റൊന്നും ഇല്ല. പിന്നെ പൈസ കൊടുത്ത് മേങ്ങിയില്ലേ നേരിച്ചിട്ട് എല്ലാം തിന്ന് എന്താക്കുന്നത്. ചായ പിന്നെ ഒരു ബായി കുടിക്കാനേ ഉണ്ടായിട്ട് അപ്പോൾ അത് തീർന്നു. ചെറിയ ഗ്ലാസ്സല്ലേ. നിങ്ങൾക്ക് ഈ കടലിലെ വീഡിയോ കണ്ട് ബോറടിച്ചാന്നല്ലേ. പിന്നെ വേറെ എന്ത് എടുക്കാനില്ല. അതിനോട് ഞാൻ പിന്നെ തന്നെ എടുത്ത്. അതിൻ്റെ മുകളിൽ കുറേ ആൾ നിന്നിട്ടുണ്ട്. അവിടെ പോകണമെന്നുണ്ടായിന്, ബൈ പോയിട്ടൊന്നുമില്ല. എനിക്കൊരു കഥ അറിയോ. ഇപ്പം നമ്മൾ തിന്ന ആ 2 തരം സ്നാക്സിനും ചായക്കും കൂടിയിട്ടായത് 400 രൂപ. ഈ പൈസ എല്ലാം അവൻ ആ പീടിലുള്ള ഫുള്ള് സാധനം നമ്മൾ തിന്നിനാന്ന് ഡൗട്ടാണ്. അങ്ങനെ നമ്മൾ അവിടെ വരുമ്പോൾക്ക് പിന്നെ അതിലെ ചായ വേണമായിക്കുന്നുണ്ട്. ഒരിക്കൽ ചായ കുടിച്ചതിൻ്റെ ക്ഷീണം തന്നെ മാറിയിട്ട് അങ്ങനെ അവിടെ നിന്ന് വന്നു. പിന്നെ ടൗണിൽ നിന്ന് ഒരു സാധനം മേങ്ങാനുണ്ടേ. അത് മേങ്ങിയിട്ട് നേരെ തട്ടുകടയിലേക്ക് വന്നു. ഇപ്പോൾ തിന്നതിൻ്റെ ക്ഷീണം മാറ്റണ്ടേ. അപ്പോൾ ഇവിടെ നമ്മൾ നെയ്പ്പത്തലും ചിക്കൻ ഫ്രൈയും പറഞ്ഞു. നല്ല പാങ്ങി വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈൻ്റെ ഒരു പീസ് ഇങ്ങനെ പൊളിച്ച് നോക്കുമ്പോൾ നല്ല പൊള്ളുന്നുണ്ടായിരുന്നു. പൊളിക്കാനേ ചെയ്യുന്നില്ല. എല്ലാവരും ഇങ്ങനെയാണ് അതിങ്ങനെ വീഡിയോ എടുക്കുന്നത്. ബാരിൽ കുറച്ചും കൂടി സ്ഥലം ബാക്കിയുള്ളതുകൊണ്ട് ലാസ്റ്റ് ഒരു ലൈമും കൂടി പറഞ്ഞു. ആ ലൈമും കൂടി കുടിച്ചിട്ടാകുമ്പോൾ സെറ്റായി. അപ്പം ഞമ്മ പോന്നാവാ. ബായ്.